നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ട്. 13 ദിവസമാണ് തുടർച്ചയായ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിൽ അമേരിക്ക അഴിച്ചുവിട്ടത്, പ്രത്യേകിച്ചും ഇറാനിൽ അഴിച്ചുവിട്ടത്. അവിടെ അതിനുശേഷമുള്ള ഇടവേള ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിൻ്റെ ഈ ഇടവേള വലിയ യുദ്ധത്തിൻ്റെ ഒരുക്കത്തിനാണോ എന്ന തരത്തിലാണ്. ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് എത്തുന്നുണ്ട്. അമേരിക്കയിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. വീണ്ടും യുദ്ധം വേണമെന്ന ആവശ്യം ഇസ്രായേൽ അതിശക്തമായി ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപിൻ്റെ പിന്മാറ്റം, ട്രംപ് പക്ഷേ അതിൽ നിന്ന് ഇസ്രായേലിനെ പിന്മാറ്റുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്താനുള്ള മുന്നൊരുക്കമായാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധത്തിലേക്ക് അമേരിക്ക തിരിച്ചു വരുമെന്ന് ഇസ്രായേൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് നാളെ വൈറ്റ് ഹൗസിലാണ് ഈ സുപ്രധാനമായ കൂടിക്കാഴ്ച നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദിവസങ്ങളോളം നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷമാണ് US പ്രസിഡന്റ് ട്രംപിനെ കാണാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലെത്തുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിരുന്നുവെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അനുവാദം ലഭിച്ചിരുന്നില്ല. എന്നാൽ US സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് എത്തുന്ന നെതന്യാഹു ട്രംപുമായി നിർണായക കൂടിക്കാഴ്ച നാളെ നടത്തും. ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇരു നേതാക്കൾ നടത്തുന്ന 7ാമത്തെ കൂടിക്കാഴ്ചയായിരിക്കും ഇത്. കഴിഞ്ഞ കൂടിക്കാഴ്ച സമയത്താണ് ഇറാനെ ആക്രമിക്കാനുള്ള സംയുക്ത പദ്ധതി നെതന്യാഹു അവതരിപ്പിക്കുകയും അത് ട്രംപ് അംഗീകരിക്കുകയും ചെയ്ത് തുടർന്ന് യുദ്ധം ആരംഭിക്കുകയുമായിരുന്നു. മനു ഭരത് വിവരങ്ങളുമായി ചേരും. മനു, വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായി തന്നെ കാണണം. പ്രത്യേകിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്, സമാധാനം 2 ദിവസമായുണ്ട്. പക്ഷേ യുദ്ധത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയെന്ന് ഇരു രാജ്യങ്ങളും പറയാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സെനറ്റർ ലിൻസെ ഗ്രഹാമിൻ്റെ ഈ ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ലോകത്തെ പല നേതാക്കളും അമേരിക്കയിലേക്ക് എത്തുന്നുണ്ട്. അതിൽ ബെന്യാമിൻ നെതന്യാഹു ഇസ്രായേലിൽ നിന്ന് വരുന്നുണ്ട്, ഉക്രൈനിൽ നിന്ന് അതുപോലെ സെലൻസ്കിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ലോക നേതാക്കളെല്ലാം ഇതിലെത്തുന്നുണ്ട്. ഈ സെനറ്റർ, മരിച്ചുപോയ അല്ലെങ്കിൽ അന്തരിച്ച സെനറ്റർ ലിൻസെ ഗ്രഹാമിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം സൗത്ത് കരോളീനയിൽ നിന്നുള്ള ഒരു വലിയ റിപ്പബ്ലിക്കൻ നേതാവായിരുന്നു. മാത്രവുമല്ല ഇസ്രായേലിനെ വലിയ തോതിൽ പിന്തുണച്ചിരുന്നു. അതോടൊപ്പം തന്നെ യുക്രൈനും അദ്ദേഹം വലിയ പിന്തുണ റഷ്യൻ യുദ്ധത്തിൽ നൽകിയിരുന്നു. അപ്പോൾ യുക്രൈനിൽ എത്തുകയും സെലൻസ്കിയെ കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും പിന്തുണ അറിയിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം കൂടിയാണ് അദ്ദേഹം മരിക്കുന്നത്. അങ്ങനെ ഒരു ആഗോള തലത്തിലൊക്കെ ശ്രദ്ധേയനായ ഒരു സെനറ്ററാണ് ലിൻസെ ഗ്രഹാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സംസ്കാര ചടങ്ങുകൾക്ക് എത്തുന്നു എന്നത് ഒരു വശത്ത്. പക്ഷേ അതോടൊപ്പം തന്നെ സെലൻസ്കിയും ഒപ്പം ബെന്യാമിൻ നെതന്യാഹുവും ഒക്കെ തനിയെ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. സ്വാഭാവികമായും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇത് വലിയ ആശങ്കയോടുകൂടി പറയുന്നു. കാരണം കഴിഞ്ഞ 18 മാസങ്ങൾക്കിടയിൽ 6 തവണയാണ് ഡൊണാൾഡ് ട്രംപ് ഇതുപോലെ ബെന്യാമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കൂടിക്കാഴ്ചയിൽ രഞ്ജിത്ത് തന്നെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഫെബ്രുവരി 28-ന് കണ്ട ഫെബ്രുവരി 28-ന് കണ്ട 28-ന് കണ്ട എപ്പിക് ഫ്യൂറി എന്ന വലിയ ആക്രമണം ലോകത്തിൻ്റെ മൊത്തം ക്രമത്തെ തന്നെ താളം തെറ്റിക്കുന്ന തരത്തിലേക്ക്, പ്രത്യേകിച്ച് എണ്ണ വിപണിയൊക്കെ താളം തെറ്റിക്കുന്ന തരത്തിലേക്ക് നീങ്ങി. സമാനമായ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക ഒരു വശത്തുണ്ട്. എന്താണ് ട്രംപിന് ഉള്ളത് കയ്യിൽ, അല്ലെങ്കിൽ എന്താണ് ബെന്യാമിൻ നെതന്യാഹുവിന് പറയാനുള്ളത് എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ സജീവമായി അന്താരാഷ്ട്ര കേന്ദ്രങ്ങളിലൊക്കെ നടക്കുകയാണ്. ഇതിൽ ഒരു കാര്യം വ്യക്തമായിട്ടുള്ള, കഴിഞ്ഞിടയ്ക്ക് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ JD വാൻസും അതുപോലെ സൈനിക നേതൃത്വവുമൊക്കെ ഈ ഡിപ്ലീറ്റിംഗ് റിസോഴ്സസ് എന്ന അർത്ഥത്തിൽ, അതായത് ഈ ആക്രമിക്കുന്ന ഘട്ടത്തിൽ ആയുധശേഖരം കുറയുന്നു എന്ന ഒരു ആശങ്ക രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അത് പല കോണുകളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യുക. അമേരിക്കയുടെ ആണവശേഖരം അല്ലെങ്കിൽ ആയുധശേഖരം ഇങ്ങനെ കുറയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും. ഇങ്ങനെ തുടർച്ചയായ ആക്രമണം നടത്താനുള്ള ശേഷി അമേരിക്കയ്ക്കുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾക്കൊക്കെ അത് വഴിവെച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ട്രംപ് കഴിഞ്ഞ ദിവസം വാൾ സ്ട്രീറ്റ് ജേർണലിനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അമേരിക്കയ്ക്ക് ഈ ആയുധങ്ങളുടെ ഒരു കുറവും ഇല്ല, ആവശ്യമായ രീതിയിൽ ഒക്കെ തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.